ഹൈ ഗായ്സ്, ഞാൻ അപ്പിലു. രാവിലെ തന്നെ ബയ്യാനെയും കൂട്ടി പുറത്തിറങ്ങിയതും നല്ല തക്കാളിപ്പഴം പോലത്തെ കാശ്മീരി സുന്ദരികള് സ്കൂളും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ്ടായിരുന്നു. എന്റെ പൊന്നോ, ഒടുക്കത്തെ ചൊറുക്ക്. എനിക്കെന്തായാലും നല്ല കണി കിട്ടി. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ത്യയിൽ തന്നെ ശരീരം മുഴുവനും വെളുപ്പുള്ളത് കാശ്മീരുള്ളവരാണ്, ആണായാലും പെണ്ണായാലും. അല്ലാണ്ട് നമ്മളെ നാട്ടിൽ നേർച്ചമുട്ടതിനെ പോലെ ഡബിൾ കളർ ഒന്നല്ല, ഫേസ് വെളുപ്പും ബാക്കി മുഴുവൻ കറുപ്പും. അതെന്തേലൊക്കെ ആവട്ടെ. കോഴിമുട്ടയും ചായയും കുടിച്ച് കാര്യവീര്യ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. ഒറ്റയ്ക്ക് നടക്കണ്ട വിചാരിച്ചൊരു ലേസിനെയും പിടിച്ച് നടക്കുമ്പോഴാണ് പിന്നെയും ജിജീഷേട്ട മിലിറ്ററി വണ്ടി കൊണ്ട് എന്റെ മുന്നിൽ വന്നത്. അപ്പോഴാണ് ജിജീഷേട്ട എല്ലാരും നെട്ടിക്കുന്ന ആ കാര്യം പറഞ്ഞത്. ജിജീഷേട്ടന്റെ ക്യാമ്പിക്ക് ഒരു ഡ്രം വാങ്ങാൻ വേണ്ടിട്ട് നമ്മളീ പോണത്. ആദ്യം നിർത്തിയൊരു അങ്ങാടിയാണ് ഇത്. വല്ല ഫോറിൻ കൺട്രി പോലെ ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ട നിങ്ങളാണെങ്കിൽ ഇതൊക്കെ തന്നെ പറയുള്ളൂ. എന്നാ കണ്ട നിങ്ങൾക്കും എനിക്കും തെറ്റി. ഇതാണ് കശ്മീരിലെ ശ്രീനഗറിലുള്ള ലാൽ ചോക്ക് എന്നറിയപ്പെടുന്ന ചെറിയൊരു വലിയൊരു സിറ്റി. ഇവിടെ വന്ന ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചു നേരം തെണ്ടിത്തിരുന്നത് എനിക്ക് ജിജീഷേട്ടന് മിസ്സായി. എന്നിട്ട് ജിജീഷേട്ടനെ കണ്ടുപിടിക്കാനുള്ള ക്ലൂ കൊടുത്തത് ക്ലോക്കിലെ വലിയ സൂചി ഇപ്പൊ തിരിയുന്ന ഭാഗത്തായിട്ട് ഞാനുണ്ട് പറഞ്ഞു. ഇതൊക്കെയാണ് ക്ലോക്ക് ടവർ കൊണ്ടുള്ള ഉപകാരം. അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുന്ന ടീമിനെ കൊണ്ട് തിരക്ക് കൂടുന്ന ഭാഗത്തൊക്കെ ഓരോ ക്ലോക്ക് ടവർ വെക്കാൻ പറയണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോർഡൊക്കെ വെച്ചിട്ട് അടുത്ത അങ്ങാടി പോവാണ്. ഡ്രം മേടിക്കാൻ മിഷൻ ഫീൽഡ് ഇവിടൊന്നും കിട്ടിയില്ല. പിന്നെ പോയ ഭാഗത്ത് കണ്ട കാഴ്ചയാണിത്. പെരുന്നാൾ കറക്കാൻ പറ്റിയ ആടുകളാണ്. കുറച്ചും കൂടി ആയിസുള്ളൂ. നല്ല തിന്ന് ഉറങ്ങും ചെയ്തോ. ഫൈനലി ഡ്രം കിട്ടിയ സന്തോഷത്തിന് നല്ല ഫുഡ് അടിച്ച് എന്നിട്ട് റൂമിൽ പോയിട്ട് ആരുമില്ലാത്ത ഭാഗത്ത് പോയിട്ട് നല്ല കഴുതപ്പാട്ടും പാടി. രാത്രി ബർക്കത്തുള്ളന്റെ കൂടെ ഫുഡ് അടിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പസലാം.